ഇല്ല സൗണ്ട് ഉണ്ട്, ഇങ്ങനെ വിട്ടാൽ മതി. ഓക്കെ. ആ കറക്റ്റ്. എൻ്റെ പേര് പുഷ്പാകരൻ എന്നാണ്. എൻ്റെ മകന് ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് വളരെയധികം രാത്രി ജോലി ഉണ്ടാവില്ല, മറ്റേ കടനാട് പാൽ കമ്പനിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ആള് ശക്തമായി ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ചില്ല, ഓക്കാനിക്കാൻ തുടങ്ങി. ഓക്കാനിച്ച് കഴിഞ്ഞ് ഛർദ്ദിക്കാനായിട്ട് വരുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, നമ്മുടെ പറയില്ല പൂച്ചടാൻ നോക്കിയത് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് കണ്ടപ്പോൾ എൻ്റെ മോള് തന്നെ അവളുടെ താഴെ പെൺകുട്ടി അവിടെ നേരെ വിളിച്ച് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടാക്കി. അവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നു. അത് നേരെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടെ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞു. അത് അവിടെ രണ്ടെണ്ണം ചെയ്തു. അതിനിടയ്ക്ക് ഇയാൾക്ക് ESI കിട്ടി. ESI കിട്ടിയപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റി ഇത് ചെയ്യാം. അങ്ങനെ ESIക്ക് റെഫർ ചെയ്തു. അവിടുന്ന് ESI കാര്യം നേരെ അമലേരിക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇയാൾക്ക് 4 ഡയാലിസിസ് ആഴ്ചയിൽ വേണം. അങ്ങനെ അത് ആ സമയത്ത് തന്നെ, തുടങ്ങിയ സമയത്ത് തന്നെ ഇന്ദിരാസാറിനെ വിളിച്ചിട്ട് ഇതൊരു മാജിക് സാധനം തന്നു. അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള ആള് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പുറത്ത് വന്നതാണ്. ഇതിന് ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഞാൻ കൊടുത്തു. ആദ്യം തന്നെ അത് കൊടുത്തതിന് ഒരു പാക്കറ്റിന് ചെറിയ ശേഷം പാക്കറ്റാണല്ലോ, അതിന് പകുതിയായിട്ടല്ല, രാവിലെ വൈകിട്ടായിട്ട് ഒരു പകുതി രാവിലെ കൊടുത്തു, പിന്നെ ബാക്കി വൈകിട്ട് കൊടുത്തു. അങ്ങനെയാണ് അത് കൊടുത്തത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ പിന്നത്തെ ചെക്കിങ് ചെല്ലാൻ പറഞ്ഞപ്പോൾ ആ ചെന്നപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഇത്ര ഇതായിട്ട് മാറും നമ്മുടെ മരുന്നിൻ്റെ തന്നെയായിരിക്കും. അവർ അങ്ങനെയല്ല കണക്കാൻ, നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ സാധനം കൊടുക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇനി ആഴ്ചയിൽ 3 മതിയാവും. ഇന്നത്തെ ആഴ്ച ഇത് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു അയ്യോ ഇത് നല്ല ഡോക്യുമെന്റ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആഴ്ചയിൽ 2 ആക്കിയിട്ട് കുറയ്ക്കാമെന്ന്. ഇനിയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അതിന് ആഴ്ചയിൽ 1 ആക്കിയിട്ട് കുറച്ചു. ആഴ്ചയിൽ 1 മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്ന് പറഞ്ഞു, ഇത് നമുക്ക് അടുത്ത ആഴ്ച കൂടി നോക്കിയിട്ട് ഡയാലിസിസ് കംപ്ലീറ്റ് നിർത്താമെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ടാണ് അത്ര ശക്തമായിട്ടുള്ള കിഡ്നിയുടെ പ്രശ്നം പറഞ്ഞപ്പോഴേ ഒരു തുള്ളി മൂത്രം ഒഴിച്ച് തരാൻ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ്